ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു മനോഹരമായ കൃഷിത്തോട്ടം. ആ കൃഷിത്തോട്ടത്തിന്റെ കിരീടം എന്ന നിലയിൽ നിലനിൽക്കുന്ന ഏതാണ്ട് 100ഓളം വെളുത്ത ആട്ടപ്രാവുകളുള്ള ഒരു നല്ല കൂട്. ആട്ടപ്രാവുകൾ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാൻടെയിൽ എന്ന ഇനം പ്രാവുകളെയാണ്. മനോഹരമായ ഈ പ്രാവിൻകൂട് കാണാൻ തന്നെ അതിലേ പോകുന്ന ടൂറിസ്റ്റുകൾ പലരും അവിടെ വരാറുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാകട്ടെ തിരക്കുള്ള ഒരു വെറ്റിനറി ഡോക്ടറും ഹൈസ്കൂൾ അധ്യാപികയായ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ്. അവരുടെ സ്പെയർ ടൈമുകളും രാത്രികാല സമയത്തിന്റെ ഒരു ഭാഗവും ഉപയോഗിച്ചാണ് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഈ ആഴ്ച. ഒരു മുഖവരിയില്ലാതെ പറയട്ടെ, ഡോക്ടർ ജോസിന്റെ പ്രാവും കൂടി മനോഹരമായിരിക്കില്ല കേട്ടോ. ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേറെ ഇൻഫർമേഷൻ കൂടി കിട്ടി. ഈ പ്രാവും കൂടിന്റെ ബ്രെയിൻ ഡോക്ടറുടെ ശ്രീമതിയാണ്. ശ്രീമതിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. വളരെ നമ്മളുടെ എല്ലാ കാര്യം ഞാൻ എപ്പോഴും ഉണ്ടാകത്തില്ല സാറേ ഇവിടെ. പിന്നെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. അത് ശരി. ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 1.5 വർഷം 2 വർഷം. ആദ്യം ഒരു ചെറിയ കൂടായിട്ട് അപ്പുറം നമ്മൾ തുടങ്ങിയത് ഒരു 3 പ്രാവിനുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഡെവലപ്പായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സ്പേസ് പോരാതെ വന്നു. നല്ല ഭംഗിയായിരുന്നു. അല്ലല്ല, ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് എടുക്കാം. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഡോക്ടർ, ഇതിപ്പോ ഇവിടെ കാണുന്ന എല്ലാം ഒരേ ടൈപ്പ് പ്രാവുകളില്ലേ? എന്ത് ഇനം പ്രാവാണ്? വൈറ്റ് ഫാൻടെയിൽ. വൈറ്റ് ഫാൻടെയിൽ അല്ലേ? ആ ഇനം മാത്രമാണ്. ആ ഇനം മാത്രമാണ്. ഇത് ഒരു കൊമേഴ്ഷ്യൽ ബേസിസിലല്ലേ? കൊമേഴ്ഷ്യൽ ബേസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം കൊമേഴ്ഷ്യൽ ബേസിൽ അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നല്ല ഡിമാൻഡ് ഉണ്ട്, പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് മെച്ചമായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ. ഈ കൂടിനെ പറ്റി ആദ്യം ചോദിക്കാൻ ഒരുപാട് പ്രത്യേകതകൾ തോന്നുന്നുണ്ട്. അതായത് ഞാൻ ധാരാളം പ്രാവും കൂടുകൾ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഷെൽഫ് പോലെയോ ഒക്കെ പണിത് അലമാര പോലെയൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ കള്ളി തിരിച്ച് മുറിയുണ്ടാക്കി അതിനകത്ത് വല്ല പ്ലേറ്റുകളോ ചട്ടികളോ ഒക്കെ വെച്ചു കൊടുക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ തക്കാളിപ്പെട്ടി പോലത്തെ പെട്ടികളോ ഒക്കെ. ഇവിടെ അതൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സാറേ, അത് ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ടുള്ള കെയറും അറ്റൻഷനും ഒക്കെ വേണ്ടി വരും. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഭാവം. അതിൻ്റെതായിട്ടുള്ള പ്ലസ് പോയിന്റ്സും അതിനുണ്ട്, ഇല്ലെന്നുള്ളതല്ല. പക്ഷെ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ലേബർ വളരെ കുറവായിരിക്കും. ഒരു രാവിലെ ഒരു 10 മിനിറ്റ്, വൈകിട്ട് ഒരു 10 മിനിറ്റ്, അത്തരം കാര്യം നമുക്ക് മാക്സിമം അരമണിക്കൂർ. നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ശരിക്കും അതിന്റെ ആവശ്യമില്ല, അതിന്റെ കാര്യമില്ല. അല്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം തീരും. ഇങ്ങനെ വയ്ക്കുമ്പോ ഇതിന് മുട്ടയിടാനൊക്കെ വിഷമം വരും? ഇല്ല, മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് ഈ മണ്ണിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അവര് തടം മാതിരി ഉണ്ടാക്കും. എന്നിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്ന് ആദ്യത്തെ മുട്ട വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇതുമാതിരി ഇഷ്ടിക അതിന്റെ 4 സൈഡിലും അങ്ങ് വെച്ചു കൊടുത്ത് പിന്നെ അത് അവരുടെ ഏരിയയായി അവരവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അവിടെ ഇരുന്ന് 20 ദിവസം കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണോ? ഇതുപോലെ പെട്ടികൾ വെക്കുന്നതാണോ കൂടുതൽ നന്നായി കാണുന്നത്? ഇതാണ് ഇതിനിഷ്ടം. ഇതാ പ്രാവുകൾക്ക് ഇഷ്ടം, ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. നമ്മളിപ്പം അടുപ്പിച്ച് ഒരു 10-15 പെട്ടി വെച്ച് കൊടുത്തിരുന്നാൽ പോലും ഈ പെട്ടിക്കകത്ത് കയറിയിരിക്കില്ല. അവര് മിക്കപ്പോഴും ഞാൻ അവസാനം അങ്ങനെ പെട്ടി ആദ്യം വെച്ചു കൊടുത്ത് നോക്കിയതാ. എന്നാൽ അത് വലിയ താല്പര്യമായിട്ട് തോന്നാതെ പെട്ടികൾ ചുമ്മാ വെറുതെ ഇരിക്കും. പ്രാവ് അവിടെ ഇവിടെയൊക്കെ പോയി മുട്ടയിടും. പിന്നെ നമ്മൾ അവസാനം പിന്നെ അവിടെ എല്ലാം ഇഷ്ടിക കൊടുത്ത് ഇഷ്ടിക വെച്ച് തടം ഉണ്ടാക്കി കൊടുക്കുക പതിവ്. ഈ അങ്ങനെ മണ്ണിൽ മുട്ടയിടുന്നതുകൊണ്ട് വേറെ മുട്ട വിരിയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല? ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. ഈർപ്പൊന്നും അടിക്കുന്നു? ഇല്ല. അത് ഇപ്പൊ മുട്ട ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച്, ഞാൻ ഇവിടെ കുറെ വൈക്കോൽ എപ്പോഴും വെച്ചിരിക്കും ഇതിനകത്ത്. അത് ഇതുങ്ങൾ തന്നെ എടുത്ത് മുട്ടയിട്ടതിന്റെ കൂടെ തന്നെ കൊണ്ട് അങ്ങ് എടുക്കാൻ പറ്റും. അപ്പൊ കൂടിനടി അതുകൊണ്ട് തന്നെ കവർ ചെയ്യും. ഈ മണ്ണില് എന്തെങ്കിലും ചെള്ളോ അങ്ങനെയുള്ള അതുണ്ടാകാറുണ്ട്.
ഉണ്ട്. അപ്പൊ അത് ഇതിന് ദോഷം ഇല്ല പ്രത്യേകിച്ച് വേറെ ദോഷമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ സ്റ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പ്രത്യക്ഷ കാർപ്പാട് നോക്കി അവിടെ പുറത്തു വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ കട്ട ഇളക്കി നോക്കുവാണെങ്കിൽ അതിനടിയിൽ കാണും. അതുകൊണ്ട് ഇതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മാക്സിമം ഒരു മാസത്തിൽ കൂടുതൽ ഈ ഒരു സ്റ്റേജ് ഇല്ല. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാല് ഒരു മാസം കഴിയുമ്പോൾ ഈ സ്റ്റേജിലേക്ക് വരും. അവരങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ കൂട്ടിന് പുറത്തായും. ഈ മുട്ടയിട്ട് എത്ര ദിവസം അടുത്ത് അടയിരിക്കും? 19 ദിവസം. 19-20 ദിവസം. കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ആകുമ്പോഴേക്കും അതിങ്ങനെ തൂവലൊക്കെ വെച്ച് ഇതൊക്കെ ഒരു 15 ദിവസം ആയതായിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളിരിക്കുന്നത് ഒരു 15 ദിവസം ആയിട്ടായിരിക്കണം. കുഞ്ഞായി തള്ളയുടെ തീറ്റക്രമത്തെ പറ്റി ചോദിക്കാം. അതിനു മുമ്പ് കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞിന് തീറ്റയെല്ലാം അമ്മ കൊടുത്തോളൂ? അമ്മ അച്ഛനും കൊടുത്തു? അമ്മയും അച്ഛനും കൊടുക്കും. രണ്ടുപേരും അടയിരിക്കുന്നത് അമ്മ അച്ഛനും അടയിരിക്കും? രണ്ടുപേരും സമയം വീതം മാറി മാറി ഒക്കെ ഇരിക്കും. കുഞ്ഞിന് ആദ്യം എന്തെന്നാണ് തീറ്റ കൊടുക്കുന്നത്? ഇത് ഈ പ്രാവ് തന്നെ കൊടുക്കുന്നതാ. നമ്മള് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാറില്ല. ഒരു സാധനം കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസം കഴിഞ്ഞാൽ പിന്നെ തള്ളയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാതിരിക്കുന്ന സ്റ്റേജ് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് ഇത് അകത്തോട്ട് ഫീഡ് ഇറങ്ങാതെ വരുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്റ്റേജ് സപ്പോർട്ടീവായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അല്ലേ അത് പോകും. അങ്ങനെ നമ്മൾ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് സപ്പോർട്ടീവായിട്ട് ഫീഡും കൊടുത്തിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പിന്നെയും തള്ള തന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം വരെ നമ്മൾ അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ 10ഉം 20ഉം കുഞ്ഞുങ്ങളൊക്കെ ചില സമയത്ത് വരും. ഇവര് കൊടുക്കത്തില്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നെ അടുക്കത്തില്ല. അതുകൊണ്ട് നമ്മള് തീറ്റ കൊടുക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. ഈ പ്രാവിന് ആദ്യം അത് ഇങ്ങനെ പാല് പോലെ എന്താണ് കൊടുക്കണത്? അതെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫീഡ് അല്ലാത്ത ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു സെക്രേഷൻ ഉണ്ട്. തൊണ്ടയിലുണ്ടാവും. ഇതിന് ഈ തള്ളപ്രാവുകൾക്ക് അത് ആണിനും പെണ്ണിനും ഉണ്ടാവും. എന്നിട്ട് അവരത് ഈ വിരിഞ്ഞു വരുന്ന ആ സമയത്ത് അവർ കൊടുത്തോണ്ടിരിക്കും. അതൊരു 3-4 ദിവസത്തേക്ക് അത് മാത്രം ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റേജ് മാറിയിട്ട് പിന്നെ സോളിഡ് ആയിട്ടുള്ള നമ്മൾ ഈ കൊടുക്കണ തീറ്റയൊക്കെ കൊടുക്കും. എല്ലാം കൊടുക്കും. ഇത് എന്താണ് ഇതിന് തീറ്റ കൊടുക്കുന്നത്? ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇവിടെ പിടിച്ചു നോക്കി. അത് കംപ്ലീറ്റ് ഗോതമ്പും റാഗിയും മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ഇരിക്കുന്നത്. സാർ പിടിച്ചു നോക്കി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതാണ് മോള് കുറച്ചു മുമ്പേ പിടിച്ചു. അതാ അവിടെ പിടിച്ചു നോക്കുന്നത്. അവള് രാവിലെ എല്ലാവരും ഇറങ്ങി നോക്കും. ആർക്കാ ഇല്ലാത്തതെന്ന് ചോദിക്കും. ഇത് കുറേശ്ശെ ദഹിച്ച് അതിപ്പം വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതെല്ലാം എംറ്റി ആവും. അപ്പോഴത്തേക്കും നമ്മള് ഇപ്പം രാവിലെ കൊടുക്കുന്നത് ഗോതമ്പും റാഗിയുടെ മിക്സ് ചെയ്യും. 5 കിലോ ഗോതമ്പ് അല്ലെ 10 കിലോ ഗോതമ്പ് 10 കിലോ റാഗി മിക്സ് ചെയ്ത് ഒരു 3 ദിവസം വെളിത്തിറങ്ങി ഉണങ്ങും. ഉണങ്ങിയിട്ട് നമ്മളത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ആവശ്യാനുസരണം നമ്മൾ ഓരോ കിലോ വെച്ച് ഡെയിലി എടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഇതേ ക്വാണ്ടിറ്റി തന്നെ കടലയും ചെറുപയറും ഗ്രീൻ പീസും മിക്സ് ചെയ്യും. അത് 1:1 റേഷ്യോ. 1:1:1. അതെ. ഇതിപ്പോ ഈ കൂട്ടിലും എല്ലാം കൂടി എത്ര പ്രാവുണ്ട്? അപ്പുറം ഇപ്പുറം കൂടി മൊത്തത്തില് നമുക്കൊരു 75-80 ആണ്. അതിന് ഒരു ദിവസത്തേക്ക് എത്ര കിലോ മിക്സ് ചെയ്ത്? 3.5 കിലോ തീറ്റ ഉണ്ട്. 2.5 കിലോ തീറ്റ ഒരു ദിവസം. ഒരു ബേഡിന് ഒരു ദിവസം മാക്സിമം അത്ര ആകത്തുള്ളൂ. മാക്സിമം പല പ്രാവുകളത്തിലുകാരും പറയുന്നത് തീറ്റ എക്സ്പെൻസീവ് ആണ്. ഇത്ര ആകത്തുള്ളൂ. ഇതില് നമ്മൾ കൂടുതൽ കൊടുത്താൽ കഴിക്കുകയില്ല. ഒരു പെയർ പ്രാവിന്ന് ആരോഗ്യമുള്ള പ്രാവാണെന്നുണ്ടെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ? ഒരു 1.5 മാസം കൂടുമ്പം ഒരു പെയർ പുറത്തു വരാം. കുഞ്ഞ് ആ കണക്ക് കൂട്ടിയാൽ ഒരു 8 പ്രാവശ്യം എങ്കിലും നമുക്ക് അങ്ങനെ കിട്ടാം.
അത് ഇവിടെ ഇപ്പൊ ഞാൻ സാറിനെ കാണിച്ചു തന്നില്ലേ, അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞില്ലേ, അങ്ങ് ഇരിക്കുന്ന അത് ഈ പറഞ്ഞ റേഞ്ചിലുള്ളതാണ്. 8 പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങളെ കിട്ടും നമുക്ക്. അത് 2 കുഞ്ഞുങ്ങൾ തന്നെ കിട്ടാറുണ്ട് അതിന്. 2 കുഞ്ഞുണ്ട് 16 കുഞ്ഞായില്ലേ. ഈ 2 കുഞ്ഞുള്ളത് ആണും പെണ്ണും ആയിരിക്കും 95% അങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനെയുള്ള ഒരു പെയറിന് എന്ത് വില കിട്ടുന്നു? അല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കൊരു 700 രൂപ വെച്ച് ഒരെണ്ണത്തിന്, അതൊരു 1400 രൂപ 2 മാസം പ്രായമായതിന്. 2 മാസം എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇതുമാതിരി 2 എണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപയ്ക്ക് കിട്ടും. 1200 തൊട്ട് 1400 വരെ ഉള്ള റേഞ്ച്. ഇപ്പോൾ 1200 ഒരിക്കലും താഴെയില്ല. വളരെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല. ഇപ്പൊ ഈ പ്രാവിന് എത്ര ഫെദേഴ്സ് കാണും ഈ ഫാനില്? അങ്ങനെ കണക്കിന് ഉണ്ട്. ഇതിപ്പോ നമ്മൾ നോക്കിയ ഒരു 26, 30 ആ ലെവലിലുള്ള ഫെദേഴ്സ് ഉണ്ടാവും. ഈ മാർക്ക് എന്തിനിട്ടിരിക്കുന്നതാണ്? ഇതൊരു പെയറായത്. ഇതിന്റെ കൂടെ ഒരു ഫീമെയിൽ. അതിന് ഇതേ പോർഷൻ സ്പോട്ടിൽ തന്നെ ഒരു മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാരും ഒരേ കളറായ കാരണേ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണോ? ഈ തലയിലൊരു തൊപ്പി പോലെ? അതെ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ്. ഈ മുട്ട ഇടുന്നത് എത്ര മാസം കൂടുമ്പോഴാണ് മുട്ടയിടും? 4 മാസം 5 മാസം കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യും മുട്ടയിടാൻ തുടങ്ങും. അത് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ആദ്യം 2 മുട്ടയിട്ട് അതൊരു 20 ദിവസം അടയിരിക്കുന്നു. അത് കഴിഞ്ഞൊരു 15 ദിവസം അത് ഫീഡ് ചെയ്യുന്നു. 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് അടുത്ത മുട്ട ഇടും. അങ്ങനെ അതിന്റെ പരിപാടി. അപ്പൊ ഒരു സൈഡിൽ കൂടെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പറേ അടയിരിക്കും. വിരമരുന്ന് കൊടുക്കും. ആൽബൻഡസോൾ. അത് ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം 100 ബേർഡ്സ് ഉണ്ട്, അല്ലെ 50 ബേർഡ്സ് ഉണ്ട്. 100 ബേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ 50 ml, 1/2 ml, 50 ml നമ്മൾ 100 ml ഡൈലൂട്ട് ചെയ്യും, വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യും. എന്നിട്ട് 1 cc വെച്ച് കൊടുക്കും. ഇല്ല, നമ്മൾ 1 ml വീതം ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വാ തുറന്നിട്ട് ഇതിങ്ങ് താഴേക്ക് ഇറങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് വെള്ളം പോവുകയില്ല. എന്നിട്ട് നമ്മൾ 1 ml കൊടുക്കും. ശരി. പ്രാവുകളെ ഇനിയിപ്പോ മുട്ടയിടുക ഇവിടെ തന്നെ ഇടുകയാണോ ഇങ്ങോട്ട് മാറ്റുമോ? ഇല്ല, അത് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് ഇപ്പം കൂടിയ ഒരു 15 പേര് കൂടുതൽ ഉണ്ടാകാനുള്ള കുഞ്ഞുങ്ങളില്ല ഇതിനകത്ത്. 15 പോലും കിട്ടിയല്ല, മാക്സിമം ഒരു 10 പേര് കിട്ടും. ബാക്കി 5 എണ്ണമൊക്കെ 10 എണ്ണം ഒന്നും ചിലപ്പോൾ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ 10 പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്പേസ് കൂടുതലാണ്. ഇത് എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്? ഒരു പേരിന് എത്ര സ്പേസ്? നമ്മളുടെ ഇതിനകത്തെന്ന് വെച്ചാൽ സാധാരണ നമ്മള് സാറ് കണ്ടിട്ടില്ലേ ഓരോ കൂടുകൾ ഉണ്ടാക്കിയേക്കുന്ന അതിന്റെ മെഷർമെന്റും കാര്യമൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അത് കൺജസ്റ്റഡ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്പേസിംഗ് അറേഞ്ച്മെന്റിലല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെ തുറന്നു വിടുന്നു പറഞ്ഞത് എപ്പോഴെങ്കിലും വിടുവോ? അല്ല, ഞാൻ രാവിലെ അയച്ചു വിടും ഇതിലേക്ക്. ഇത് രാവിലെ നമ്മൾ എണീക്കുമ്പം ഫസ്റ്റ് പ്രോഗ്രാം അയച്ചുവിടാം. ഇവര് ഫ്രീ ആകുന്നു, നമ്മളിതിലേക്ക് നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവര് തന്നെ കയറും. അവർക്ക് അധികം നേരം വേണ്ട, ഒരു മാക്സിമം 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് കയറിയ സ്പീഡിൽ തന്നെ അവർ തിരിച്ചിറങ്ങി വരും.